ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ നോക്കുന്നത് വില്യം വേർഡ്സ്വർത്തിൻ്റെ പ്രിഫേസ് ടു ദ ലിറിക്കൽ ബല്ലാഡ്സ് ആണ്. പ്രിഫേസ് ടു ദ ലിറിക്കൽ ബല്ലാഡ്സ്. ആദ്യം നമുക്ക് വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് നോക്കാം. വില്യം വേർഡ്സ്വർത്ത് 7 ഏപ്രിൽ 1772 23 ഏപ്രിൽ 1850. 1770 ഏപ്രിൽ 7 മുതൽ 1850 ഏപ്രിൽ 23 വരെയാണ് വില്യം വേർഡ്സ്വർത്ത് ജീവിച്ചത്. ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ് who with Samuel Taylor Coleridge helped to launch the Romantic age in English literature with their joint publication Lyrical Ballads in 1798. അദ്ദേഹം സാമുവൽ ടൈലർ കോളറിഡ്ജും കൂടി ചേർന്നിട്ടാണ് ലിറിക്കൽ ബലാഡ്സ് 1798 ലിറിക്കൽ ബലാഡ്സ് കൊണ്ടുവന്നത്. വേർഡ്സ്വർത്ത് magnum opus is generally considered to be the prologue, a semi-autobiographical poem of his early years that he revised and expanded a number of times. അദ്ദേഹത്തിൻ്റെ മാഗ്നം ഓപ്പസ് വർക്ക് എന്ന് പറയുന്നത് ദ പ്രലൂഡ് എന്ന് പറയുന്ന ഒരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ പോയം ആണ്. വേർഡ്സ്വർത്ത് വാസ് പോയറ്റ് ലോറേറ്റ് ഫ്രം 1843 until his death from pleurisy on 23 ഏപ്രിൽ 1850. അദ്ദേഹം പോയറ്റ് ലോറേറ്റ് ആയത് 1843 വരെയാണ്. പിന്നീട് അദ്ദേഹം പ്ലൂറിസി ഒന്ന് മരിക്കുന്നത് വരെ, പിന്നെ 23 ഏപ്രിൽ 1850 വരെ അദ്ദേഹം പോയറ്റ് ലോറേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ വർക്ക്സ്, വില്യം വേർഡ്സ്വർത്തിൻ്റെ നോട്ടബിൾ വർക്ക്സ് ആണ് ലൈൻസ് കമ്പോസ്ഡ് എ ഫ്യൂ മൈൽസ് എബോ ടിൻഡൻ ആബി, ലിറിക്കൽ ബലാഡ്സ്, മൈക്കൽ, ഓഡ് ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി, പീറ്റർ ബെൽ, ദ എക്സ്കർഷൻ, ദ പ്രിലൂഡ്, the recluse, the ruined cottage, the solitary reaper, the world is too much with us. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ലിറിക്കൽ ബലാഡ്സ് എന്ന ആ ഒരു എസ്സേയിലേക്കാണ് പോകുന്നത്. പ്രിഫേസ് ടു ദ ലിറിക്കൽ ബലാഡ്സ്. പ്രിഫേസ് ടു ദ ലിറിക്കൽ ബലാഡ്സ്. Preface to the Lyrical Ballads, written by William Wordsworth, is a landmark essay in English in the history of English literature. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു ലാൻഡ്മാർക്ക് എസ്സേ ആണ് ദ പ്രിഫേസ് ടു ദ ലിറിക്കൽ ബലാഡ്സ് എന്ന് പറയുന്ന വില്യം വേർഡ്സ്വർത്തിൻ്റെ ആ ഒരു എസ്സേ. Considered to be the romantic manifesto on poetry and society, the preface is a work that is crucial to our understanding of the progress of the romantic literary thought originating in 18th century Europe, which has been immortalized in our view of poetry and how we think of it today. ഈ ഒരു ലിറിക്കൽ ബല്ലാഡ്സ് കൺസിഡർ ചെയ്യുന്നത് തന്നെ എന്താണ്? റൊമാൻറ്റിക് മാനിഫെസ്റ്റോ ഓഫ് പോയട്രി ആൻഡ് സൊസൈറ്റി. പ്രിഫേസ് എന്ന് പറയുന്നത് ഒരു നമ്മളെ ആ ഒരു റൊമാൻറ്റിക് ലിറ്ററേച്ചറിലും റൊമാൻറ്റിക് ലിറ്റററി തോട്ടിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണിത്. കൺസിഡർഡ് ടു ബി ദ റൊമാൻറ്റിക് മാനിഫെസ്റ്റോ ഓഫ് പോയട്രി ആൻഡ് സൊസൈറ്റി, ദ പ്രിഫേസ് ഈസ് എ വർക്ക് ദാറ്റ് ഈസ് ക്രൂഷ്യൽ ടു അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ പ്രോഗ്രസ് ആൻഡ് റൊമാൻറ്റിക് ലിറ്റററി തോട്ട് originating in 18th century Europe, which has been immortalized in our view of poetry and how we think of it today. ഇനി അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. The preface to the Lyrical Ballads first appeared in the second edition of the poetry collection Lyrical Ballads 1801 and later expanded in the third edition 1802. The preface to the Lyrical Ballads ആദ്യമായിട്ട് വരുന്നത് ലിറിക്കൽ ബല്ലാഡ്സ് എന്ന പോയട്രി കളക്ഷൻ്റെ 1801 പബ്ലിഷ് ചെയ്ത ലിറിക്കൽ ബല്ലാഡ്സ് എന്ന ആ ഒരു കളക്ഷൻ്റെ രണ്ടാമത്തെ എഡിഷനിലാണ് ഇത് ആദ്യമായിട്ട് അപ്പിയർ ചെയ്യുന്നത്, സെക്കൻഡ് എഡിഷനിൽ. പിന്നീട് ഇത് എക്സ്പാൻഡ് ചെയ്ത് 1802 പബ്ലിഷ് ചെയ്ത ലിറിക്കൽ ബല്ലാഡ്സിൻ്റെ തേർഡ് എഡിഷനിലും കൂടി വന്നിട്ടുണ്ട്. ദ ലിറിക്കൽ പ്രിഫേസ് ടു ദ ലിറിക്കൽ ബല്ലാഡ്സ് തേർഡ് എഡിഷനിലും വന്നിട്ടുണ്ട്. ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ ഫോർ അസ് ടു ഫസ്റ്റ് familiarize ourselves with this historical context of 18th century. നമുക്ക് ഇത് ഹെൽപ്ഫുൾ ആവുന്നത് 18ാം നൂറ്റാണ്ടിലെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഹെൽപ്ഫുൾ ആവും. മെയിൻ ഐഡിയാസ് ഇൻ പ്രിഫേസ് ടു ദ ലിറിക്കൽ ബലാഡ്സ്. ഇതിലെ മെയിൻ ഐഡിയാസ് വരുന്നത് എന്തൊക്കെയാണ്? Wordsworth's relation to nature, countryside. Wordsworth is celebrated as the nature poet because of his beautiful descriptions of nature and rural countryside areas. നമുക്ക് വില്യം വേർഡ്സ്വർത്തിൻ്റെ പോയംസ് വായിക്കുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം നാച്ചുറിനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന, നല്ല മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത്, ഒരു നാച്ചുർ പോയറ്റ് എന്ന് പറയാറുണ്ട് നമ്മൾ. സെലിബ്രേറ്റഡ് ആസ് ദ നാച്ചുർ പോയറ്റ്സ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു നാച്ചുറിനും അതുപോലെ റൂറൽ കൺട്രി സൈഡ് ഏരിയസിനെയും കുറിച്ചൊക്കെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് കാരണം
However, to reduce his work to just an imitation of trees and flowers would be immature. Wordsworth admired nature countryside not only because it looked beautiful, but because of the simplicity and beauty that nature countryside provided, allowed people to be in touch with their soul and experience true beauty in itself. വേർഡ്സ്വർത്ത് നാച്ചുറിനെയും അതുപോലെ കൺട്രി സൈഡിനെയൊക്കെ അഡ്മയർ ചെയ്യുന്നത് അതിൻ്റെ ബ്യൂട്ടി, അത് ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് മാത്രമല്ല, പിന്നെ എന്താണ് അതിൻ്റെ ഒരു സിംപ്ലിസിറ്റിയും അതുപോലെ നമ്മളെ മനുഷ്യൻ്റെ ആത്മാവിനെ തൊട്ടറിയാൻ, നമുക്കൊരു ജീവിതത്തിൻ്റെ ഭംഗി തിരിച്ചറിയാൻ നമുക്കത് ഒരുപാട് സഹായിക്കുന്നതുകൊണ്ടാണ്. നമ്മളെ ആ ഒരു ജീവിതത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം എന്താണെന്ന് നമുക്ക് അനുഭവിച്ചറിയാനും കൂടിയും ഇത് സഹായിക്കുന്നതുകൊണ്ടാണ്. Wordsworth believed that the city life made the mass dull and stagnant. It had reduced them to overworked machines who failed to appreciate the simple beauty of life. വേർഡ്സ്വർത്ത് വിശ്വസിക്കുന്ന ഒരു കാര്യം ഉണ്ട്. വേർഡ്സ്വർത്ത് എന്നല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വേർഡ്സ്വർത്ത് എന്താണ് പറയുന്നത്, ബിലീവ് ചെയ്യുന്നത്, സിറ്റി ലൈഫ് എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും എന്താണ് ഉണ്ടാക്കുന്നത്, നമ്മളെ മനസ്സ് എന്താക്കും, ഡള്ളാക്കും, സ്റ്റാഗ്നൻ്റ് ആക്കും. ഇറ്റ് ഹാഡ് റെഡ്യൂസ്ഡ് ദം ടു ഓവർവർക്ക്ഡ് മെഷീൻസ്. നമ്മളെ ഈ ഒരു സിറ്റിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മെഷീൻസായിട്ട് അവിടെ ആക്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഒരു ഗ്രാമത്തിൽ നിന്ന് മാറി ഒരു സിറ്റിയിലാണ് ജീവിക്കുന്നത്. നമുക്ക് എന്നും എന്തായിരിക്കും, ബിസി ആയിട്ടുള്ള ലൈഫായിരിക്കും. രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, അവിടെ ജോലിക്ക് പോയി ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നു, പിന്നീട് വൈകുന്നേരം തിരിച്ചു വരുന്നു, പിന്നെ പിറ്റേ ദിവസം രാവിലെ പിന്നെയും പോകുന്നു, ജോലി ചെയ്യുന്നു. അങ്ങനെ ഒരു മെഷീൻ ലൈഫായിരിക്കും നമുക്ക് വരിക. അപ്പോൾ ഫെയിൽ ടു അപ്രീഷിയേറ്റ് ദ സിമ്പിൾ ബ്യൂട്ടി ഓഫ് ലൈഫ്. അവിടെ നമുക്ക് ഒരു ജീവിതത്തിൻ്റെ ലളിതമായ സൗന്ദര്യം കാണാനൊന്നും നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. ഹി കോൾഡ് ദി സ്റ്റേറ്റ് ഓഫ് മെൻ്റൽ സ്റ്റാഗ്നൻസി ആസ് സാവേജ് ടോപ്പ്. വാട്ട് ഇൻസ്പയേഴ്സ് പോയട്രി, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇൻസ്പയേഴ്സ് പോയട്രി? Tired of highly elevated topics of neoclassical poets and their overcomplicated language, Wordsworth wanted to make the ordinary extraordinary. അദ്ദേഹം ഒരു നിയോ ക്ലാസിക്കൽ പോയിറ്റ്സിൻ്റെ ഒരു എലവേറ്റഡ് ടോപ്പിക്സും അതുപോലെ അവരുടെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയ ലാംഗ്വേജും ഒക്കെ കാരണം ഒരുപാട് മടുത്തിരുന്നു. അപ്പോൾ വേർഡ്സ്വർത്തിന് എന്താണ് വേണ്ടത്? ടു മേക്ക് ദ ഓർഡിനറി എക്സ്ട്രാ ഓർഡിനറി. വേർഡ്സ്വർത്ത് ഫൗണ്ട് ഇൻസ്പിറേഷൻ ഫ്രം എവറിഡേ ഫിഗേഴ്സ് ഓഫ് എവറിഡേ ലൈഫ്. അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ കിട്ടുന്നത് എല്ലാ ദൈനംദിന ജീവിതത്തിൽ, അതുപോലെ ദൈനംദിന ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ആൾക്കാരിൽ നിന്നാണ്, സാധാരണ മനുഷ്യരിൽ നിന്നും സാധാരണ ജീവിതത്തിൽ നിന്നൊക്കെയാണ്. വെദർ ഇറ്റ് ബി ദ ഫേമസ് സോളിറ്ററി റീപ്പർ or the daffodils, Wordsworth's poetry followed to admire the simple beauty that exists in daily life. ഇതിപ്പോൾ സോളിറ്ററി റീപ്പറിലായാലും അതുപോലെ ഡാഫോഡിൽസിലായാലും ഒക്കെ വേർഡ്സ്വർത്ത് നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്? അദ്ദേഹം ആരാധിക്കുന്നത് എന്താണ്? സിമ്പിൾ ബ്യൂട്ടിയാണ്. അതുപോലെ അല്ലാതെ അവിടെ ഒരിക്കലും ഒരു വലിയ ഒരാൾ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ ഒന്നും അല്ല, ഒരു സിമ്പിൾ ബ്യൂട്ടി. അതാണ് അദ്ദേഹം അഡ്മയർ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഹൂ ഈസ് എ പോയറ്റ്, ഒരു കവി. ആരാണ് ഒരു കവി? ഫോർ വേർഡ്സ്വർത്ത് എ പോയറ്റ് ഈസ് സിംപ്ലി എ മാൻ സ്പീക്കിംഗ് ടു മാൻ, എ ഫെല്ലോ ഹ്യൂമൻ ജസ്റ്റ് like all of us trying to communicate his perception and experience of truth and beauty. വേർഡ്സ്വർത്തിന് പോയറ്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ, നമ്മൾ തന്നെ ഒരു ഫെല്ലോ ഹ്യൂമൻ. അദ്ദേഹം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഒരു ഫെല്ലോ ഹ്യൂമൻ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പെർസെപ്ഷൻസും എക്സ്പീരിയൻസും എന്തിനെക്കുറിച്ച്? ട്രൂത്ത് ആൻഡ് ബ്യൂട്ടി എന്ന കൺസെപ്റ്റിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പെർസെപ്ഷനും എക്സ്പീരിയൻസും ഒക്കെ നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഫെല്ലോ ഹ്യൂമനാണ് പോയറ്റ് എന്ന് പറയുന്നത് എന്നാണ് വേർഡ്സ്വർത്തിൻ്റെ അഭിപ്രായം. However, the poet differs from regular people because of his higher sensitivity to happenings around him and a deeper connection with his own feelings, moods and emotions as they arise in response to those outer happenings. എന്നിരുന്നാലും പോയറ്റ് എന്താണ്? സാധാരണ മനുഷ്യരിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. എന്തുകൊണ്ട്? അവരുടെ ഹയർ സെൻസിറ്റിവിറ്റി, അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലോട് അവരുടെ ഹയർ സെൻസിറ്റിവിറ്റിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ തന്നെ ഫീലിങ്സിനോടുള്ള ഡീപ്പർ കണക്ഷൻസും ഫീലിങ്സിനോടും ഇമോഷൻസിനോടൊക്കെ ഉള്ള ഒരു ഡീപ്പർ കണക്ഷൻസും ഒക്കെ കാരണം കവികൾ എന്താണ്? സാധാരണ മനുഷ്യന്മാരിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, വാട്ട്സ് എ പോയം? ഒരു കവിത എന്ന് പറഞ്ഞാൽ എന്താണ്?
Wordsworth famously defined poetry as a spontaneous overflow of powerful feelings which are recollected in tranquility. വേർഡ്സ്വർത്ത് എപ്പോഴും പറയുന്നത് എന്താണ്? പോയട്രിയുടെ ഒരു ഡെഫിനേഷൻ എന്താണ്? A spontaneous overflow of powerful feelings which are recollected in tranquility. അതാണ് പോയട്രിയുടെ ഒരു ഡെഫിനേഷൻ. Simply speaking, the highly sensitive poet is able to experience the beauty of ordinary life, capture his own emotions as they arise and is finally able to sit in a calm, peaceful space to use his imagination to recollect these emotions and finally write about them. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു പോയറ്റ് എന്ന് പറയുന്നത് ഒരു ഹൈലി സെൻസിറ്റീവ് പോയറ്റിന് എന്തായിരിക്കും? ഈസ് ഏബിൾ ടു എക്സ്പീരിയൻസ് ദ ബ്യൂട്ടി ഓഫ് ഓർഡിനറി ലൈഫ്. ഒരു സാധാരണ ജീവിതം അതിൻ്റെ ഭംഗി എക്സ്പീരിയൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. അതുപോലെ അദ്ദേഹത്തിൻ്റെ തന്നെ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യാൻ കഴിയും. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമോഷൻസ് ക്യാപ്ചർ ചെയ്ത് ഒരു സ്ഥലത്ത് സമാധാനമായി ഇരുന്ന് പിന്നീട് അത് ഇരിക്കുമ്പോൾ പിന്നെ അത് എന്ത് ചെയ്യാൻ പറ്റും? റീകളക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. റീകളക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നീടാണ് അതിനെക്കുറിച്ച് എഴുതുക ഒരു പോയറ്റ്. ഒരു സ്ഥലത്ത് സമാധാനമായിട്ട് ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻസ്, തോട്ട്സും ആ എക്സ്പീരിയൻസും ഒക്കെ റീകളക്ട് ചെയ്ത് ഇരുന്ന് പിന്നീടാണ് അത് നമ്മൾ എഴുതുക ഒരു പോയറ്റ്. വാട്ട് ഈസ് ദ ലാംഗ്വേജ് ഇൻ വിച്ച് പോയം ഷുഡ് ബി റിട്ടൺ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. വേർഡ്സ്വർത്ത് ബിലീവ് ദാറ്റ് ദ റിയൽ ലാംഗ്വേജ് ഓഫ് മെൻ ഓർഡിനറി ഡെയിലി ലാംഗ്വേജ് ഷുഡ് ബി യൂസ്ഡ് ടു റൈറ്റ് പോയട്രി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഒരു സാധാരണ മനുഷ്യൻ്റെ ലാംഗ്വേജ്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് ഒരു പോയം എഴുതാൻ ഏറ്റവും നല്ലത്. അതാണ് സാധാരണക്കാരന് മനസ്സിലാവുക. However, Wordsworth refined his common language to a purer form without losing the essence of its simplicity. വേർഡ്സ്വർത്ത് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കോമൺ ലാംഗ്വേജ് എന്ത് ചെയ്തു? റിഫൈൻ ചെയ്തെടുത്തു, അതിൻ്റെ ഒരു സിംപ്ലിസിറ്റി നഷ്ടപ്പെടാതെ. നമ്മൾ എല്ലാവർക്കും ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷ സാധാരണക്കാരൻ്റെ ഭാഷയാണ്. അപ്പം അല്ലാതെ നമ്മൾ ഒരുപാട് വലിയ വാക്കുകളെടുത്ത് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ എഴുതുന്ന കവിതകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവാം. എന്നാലും ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്നത് സാധാരണ ഭാഷയാണെന്നാണ് വേർഡ്സ്വർത്തിൻ്റെ അഭിപ്രായം. ദെൻ ദ ഈഗോസ്റ്റിക്കൽ പോയം സബ്ലിം. അതാണ് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്. ദ ഈഗോസ്റ്റിക്കൽ സബ്ലിം. The egoistical sublime is a concept which simply means that a poet's own subjective view of truth and beauty is extremely attached to his work. The egoistical sublime എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റാണ്. അത് മീൻ ചെയ്യുന്നത് എന്താണ്? ഒരു പോയറ്റിൻ്റെ തന്നെ ഒരു ട്രൂത്തിനോടുള്ളൊരു ട്രൂത്തിനോടും അതുപോലെ ബ്യൂട്ടിയോടുള്ളൊരു സബ്ജക്റ്റീവ് വ്യൂ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ വർക്കിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ദ പോയംസ് ദേ പ്രൊഡ്യൂസ് ആർ ഫിൽഡ് വിത്ത് ദെയർ ഓൺ ഇമാജിനേഷൻ ആൻഡ് പേഴ്സ്പെക്റ്റീവ് ഓൺ ഹൗ ദേ പെർസീവ് തിങ്സ് എബൌട്ട് ദം. അവർ ഉണ്ടാക്കുന്ന പോയംസ് അവരുടെ സ്വന്തം ഇമാജിനേഷൻസും പേഴ്സ്പെക്റ്റീവും ഒക്കെ കാരണം, അതുപോലെ തന്നെ എങ്ങനെയാണ് അവർ കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നത് അതൊക്കെ കൊണ്ട് അത് ഫിൽഡായിരിക്കും. അവരുടെ തന്നെ ഇമാജിനേഷനും പേഴ്സ്പെക്റ്റീവും അവരെങ്ങനെ കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നത് കൊണ്ട് അത് എന്തായിരിക്കും? ഫിൽഡായിരിക്കും. വേർഡ്സ്വർത്ത് വർക്ക്സ് ആർ ഓഫൺ സെഡ് ടു ബി ദ എക്സാമ്പിൾസ് ഓഫ് ഈഗോസ്റ്റിക്കൽ സബ്ലിം. അദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ എല്ലായ്പ്പോഴും നമ്മൾ ഈഗോസ്റ്റിക്കൽ സബ്ലിംസിൻ്റെ എക്സാംസ് എന്ന് പറയും. സിൻസ് ഹിസ് ഓൺ എക്സ്പീരിയൻസ് ഓഫ് തിങ്സ് ഈസ് വാട്ട് ഹി ബിലീവ്സ് ടു ബി എവറി വൺ എക്സ്പീരിയൻസ് ഓഫ് തിങ്സ്. ഇൻ കൺക്ലൂഷൻ, ഇറ്റ് വിൽ ബി safe to say those modern day poets who hold ideas like self-expression and sensitivity to dear to their hearts truly owe to Wordsworth's work to reinforce ideas so simple and yet so evolutionary. വേർഡ്സ്വർത്തിൻ്റെ ഒരു പോയംസൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് സിമ്പിളാണ്. അതുപോലെ പ്രകൃതിയൊക്കെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പോയംസ് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ അനുഭവിച്ചറിയാൻ സാധിക്കും ഒരു നാച്ചുറിൻ്റെ ബ്യൂട്ടി. നാച്ചുറിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു റൂറൽ ഏരിയാസിൻ്റെ ബ്യൂട്ടിയൊക്കെ നമുക്ക് ശരിക്കും ഇങ്ങനെ അനുഭവിച്ച് അറിയാൻ വേണ്ടി സാധിക്കും. ഇത്രയുമാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഞാനതിൽ കുറച്ച് MCQ താഴെ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കുക.
ആ MCQ കൂടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് റിവിഷൻ ടൈമിൽ കൂടുതൽ MCQ ഡിസ്കസ് ചെയ്യാൻ പറ്റും.